സംബന്ധിച്ച് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇപ്പോൾ ആംബുലൻസുകൾ ബേപ്പൂർ തുറമുഖത്ത് സജ്ജമായിരിക്കുകയാണ്. വാൻഹായ് 503 കപ്പൽ കമ്പനിയുടെ അധികൃതർ അറിയിച്ചതനുസരിച്ചാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിനായി ആംബുലൻസുകൾ ബേപ്പൂർ തുറമുഖത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. സിനോജ് തോമസ് തത്സമയം വിവരങ്ങൾ നമുക്ക് നൽകും. സിനോജ് തോമസ്, ബേബി മെമ്മോറിയൽ ആശുപത്രിയെയാണ് കപ്പൽ കമ്പനിയുടെ അധികൃതർ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്ത് ആംബുലൻസുകൾ എത്തിയോ? സുജപാർവതി, ഒരു 108 ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അല്പസമയം മുൻപ് തുറമുഖത്തിനകത്തേക്ക് കയറുകയും ചെയ്തു. മുൻകരുതൽ എന്ന രീതിയിലാണ് ആംബുലൻസ് ക്രമീകരിക്കുന്നത്. അതായത് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കപ്പൽ കമ്പനി അധികൃതരും ഈ ആശുപത്രികളുടെ സഹായം തേടിയിരുന്നു. അങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികളും സർക്കാർ സംവിധാനങ്ങളും വേണ്ട വൈദ്യസഹായത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 108 ആംബുലൻസ് ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. ആംബുലൻസ് അകത്ത് ആ ബെർത്തിനടുത്ത് കൊണ്ടേ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരിക്ക് പറ്റിയ ആളുകളെ, ജീവനക്കാരെ, കപ്പൽ കമ്പനി ജീവനക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആംബുലൻസ് ഈ ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചിരിക്കുന്നത്. ഇതേപോലുള്ള 15 ആംബുലൻസുകൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് 108 ആംബുലൻസ് ആണ്. ഇതുപോലുള്ള 108ന്റെ മറ്റ് ആംബുലൻസുകൾ കൂടി റെഡിയായിരിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പരിക്ക് പറ്റിയ ആളുകളെ, കപ്പൽ ജീവനക്കാരെ കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇവരെ ആംബുലൻസിലേക്ക് മാറ്റി നഗരത്തിലുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ബേപ്പൂരിലേക്ക് മുൻകരുതൽ എന്ന രീതിയിൽ ആംബുലൻസുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയായ ബേബി മെമ്മോറിയലിലേക്ക് കപ്പൽ കമ്പനി അധികൃതർ തന്നെ നേരിട്ട് വിളിച്ച് വൈദ്യസഹായം തേടിയിരുന്നു. കാരണം ഈ പരിക്ക് പറ്റിയവരെ എവിടേക്കാണ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. വലിയ കപ്പലുകൾ ആയതുകൊണ്ട് തന്നെ ഈ ബേപ്പൂരിലോ അല്ലെങ്കിൽ അഴീക്കിലോ അടുപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വലിയ കപ്പലിൽ തന്നെ നേരിട്ട് തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ കർണാടകയിലെ മംഗളൂരിലെ ഈ തുറമുഖത്തേക്ക് തന്നെയായിരിക്കും ഈ പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ കേരളത്തിന് തീരത്തേക്ക് തന്നെ കൊണ്ടുവരാൻ കപ്പൽ കമ്പനി അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ കപ്പൽ വരും. ഒപ്പം തന്നെ കേരള തീരത്ത്, കോഴിക്കോട് തീരത്ത് പുറംകടലിൽ വെച്ച് തന്നെ ചെറിയ കപ്പലിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ഈ പരിക്ക് പറ്റിയവരെ ബേപ്പൂർ തുറമുഖത്ത് കൊണ്ടുവരിക. ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ബേപ്പൂർ തുറമുഖത്തുള്ളത് കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് അഴീക്കലാണ് ഏറ്റവും അടുത്തുള്ളത്. 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകട സ്ഥലം. പക്ഷേ ഈ ബേപ്പൂർ ഇവിടെ നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകട സ്ഥലം. പക്ഷേ എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടും കൂടുതൽ ആശുപത്രികൾ കോഴിക്കോട് ഉള്ളതുകൊണ്ടും ഇനി കോഴിക്കോട് ബേപ്പൂർ തുറമുഖം തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ പരിക്ക് പറ്റിയവരെ ഇവിടെ നിന്ന് ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളൊക്കെ തന്നെ ചേർന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 108 ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളും മറ്റ് ആംബുലൻസ് സൗകര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ, സജോ ദേവസ്യ കൂടി നമുക്ക് പോകുന്നുണ്ട്. സജോ ദേവസ്യ, വാൻഹായ് 503 അപകടകരമായ 6 തരം വസ്തുക്കളാണ് ഉള്ളത്. അതിൽ തീ പിടിക്കാവുന്ന ഖരദ്രാവക പദാർത്ഥങ്ങളുണ്ട്. റെസിൻ സൊല്യൂഷൻ, പെയിന്റ്, ടർപ്പന്റൈൻ. ഒരു ചെറിയ തീപ്പൊരി ഉണ്ടായാൽ പോലും അപകട സാധ്യത ഉണ്ടാക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ മേഖലയിലെ താപനില അത് 30 ഡിഗ്രിയോട് അടുത്ത് നിൽക്കുന്നു എന്നതും ഒരു ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ്. ഇപ്പോൾ വെയിൽ മാഞ്ഞു വരുന്നു എങ്കിൽ പോലും 32 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉണ്ടായാലും അപകടമുണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തി കാണുന്നുണ്ട്. വിഷപദാർത്ഥങ്ങളും പാരിസ്ഥിതിക ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളും എല്ലാമുള്ള കാർഗോകളാണ്. പല രാജ്യങ്ങളും നിരോധിച്ച വസ്തുക്കൾ വരെ ഈ കാർഗോകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കാമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്? കോസ്റ്റ് ഗാർഡും നേവിയും നൽകുന്ന വിവരങ്ങൾ എന്താണ് സജോ? സുജയ, ഈ ഡിസ്ട്രസ് അലേർട്ട് കിട്ടിയതിന് പിന്നാലെ തന്നെ സാധ്യമായ വെസലുകൾ ഒപ്പം ഡോണിയർ വിമാനങ്ങളും സ്ഥലത്തേക്ക് വഴിതിരിച്ചു വിട്ടതാണ്. അപ്പോൾ നിലവിൽ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. കൂടുതൽ വെസലുകൾ, അതായത് കൂടുതൽ പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനുള്ള വെസലുകൾ അങ്ങോട്ടേക്ക്, അതായത് സമുദ്ര പ്രഹരി അടക്കം അങ്ങോട്ടേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം അവിടെ ഫയർ ഫൈറ്റിംഗ്, അതായത് തീ അണയ്ക്കാൻ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനായി എന്ന് നേരത്തെ തന്നെ പ്രതിരോധ വക്താവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിൽ രണ്ടൊരു പ്രധാനപ്പെട്ട തലങ്ങൾ കൂടിയുണ്ട്. കാരണം സമീപകാലത്ത് തന്നെ ചെറിയ ഇടവേളയ്ക്കിടെ രണ്ടാമത്തെ കപ്പലപകടം ഉണ്ടാകുന്നത് നമ്മുടെ സമുദ്രത്തിന് അല്ലെങ്കിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ആഴമുള്ളതായിരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് കേന്ദ്ര സമുദ്ര സ്ഥിതി പഠന കേന്ദ്രമൊക്കെയാണ് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടത്. കൂടുതൽ അലേർട്ടുകൾ നൽകേണ്ടതുണ്ടെങ്കിൽ അവിടെ നിന്നാണ് അത് ലഭ്യമാകേണ്ടതും. അങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ജീവനക്കാരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി എത്തിക്കുക. അതിനുശേഷം സാധാരണഗതിയിലുള്ള പ്രോട്ടോകോൾ എന്നത് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കൈമാറുകയാണ്. ക്ലിയറൻസ്, അതായത് വേഗത്തിലുള്ള ചികിത്സ, വളരെ ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് വേഗത്തിലുള്ള ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇമിഗ്രേഷൻ ക്ലിയറൻസ് പൂർത്തീകരിക്കുക. അതിനുശേഷം കപ്പൽ കമ്പനിക്ക് തന്നെ അവരുടെ പ്രതിനിധികൾക്ക്, അവർ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് കൈമാറുക എന്നതാണ് സാധാരണഗതിയിലുള്ള പ്രോസസ്. പക്ഷേ
അവിടെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. പൂർണ്ണമായും ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം, കാരണം അപകടകരമായ വസ്തുക്കൾ, നിലവിലുള്ള പദാർത്ഥങ്ങൾ തമ്മിലുള്ള വിശദാംശങ്ങൾ തന്നെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അത് വിഷപദാർത്ഥങ്ങളുണ്ട്, വളരെ വേഗത്തിൽ തീ പിടിച്ചു പോകുന്ന ദ്രാവക പദാർത്ഥങ്ങളാണ് അവ. പക്ഷേ അത് അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാക്കുമെങ്കിൽ പോലും അവ പെട്ടെന്ന് തന്നെ തീ പിടിച്ച് നശിച്ചു പോകുന്നവയാണ്. അതിനപ്പുറത്തേക്ക് കടലിൽ പാരിസ്ഥിതികാഘാതം എത്രത്തോളം ആഴത്തിലുള്ളതാകും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൊച്ചിയുടെ കാര്യത്തിലടക്കം അതിന്റെ ഇനിയും ഇമ്പാക്ട് സ്റ്റഡി അടക്കം പലതും ഇനിയും പുറത്തു വരാനിരിക്കുന്നു. അപ്പോൾ ഒപ്പം വായും അവിടുത്തെ കടലിന്റെ ആവാസ വ്യവസ്ഥ, മത്സ്യസമ്പത്ത് തുടങ്ങിയ പ്രശ്നങ്ങളോടൊപ്പം തീരത്തേക്ക് എത്രത്തോളം നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് അത്തരം എന്തെങ്കിലും ഒരു അലർട്ടിന്റെ സാഹചര്യം ഇല്ല എന്നതാണ്. അല്ലെങ്കിൽ കേരള തീരത്തെ കാര്യമായി ബാധിക്കാനിടയില്ല എന്ന വിധത്തിലുള്ള വിവരങ്ങൾ പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഏതെല്ലാം വിധത്തിൽ അത് പൊതുവിൽ കേരള തീരത്തെ, അതായത് തുടർച്ചയായി 2 കപ്പലപകടങ്ങൾ കേരള തീരത്ത് തന്നെ, അതിൽ കൊച്ചിയുടെ പുറംകടലിൽ തന്നെ ഉണ്ടാകുന്നു, ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ പ്രത്യേക, അതായത് ഈ സമുദ്രത്തിൽ അത് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ കടലിൽ ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതികാഘാതങ്ങളെ കുറിച്ച് പ്രത്യേക പഠനം തന്നെ ആവശ്യമായി വരികയും അത്തരം അലർട്ടുകൾ പൊതുവെ ഇക്കാര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഏജൻസികളിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ പൊതുവായി അക്കാര്യത്തിൽ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അടക്കം സാധാരണഗതിയിൽ പഠനം നടത്തുകയും അത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും സാധാരണഗതിയിൽ അത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭ്യമാകാറുമാണ് പതിവ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ, ഇനി അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ കപ്പൽ വന്ന് തീ പിടിച്ചു, അതിലെ വസ്തുക്കൾ സംബന്ധിച്ച് വിശദമായ പഠന റിപ്പോർട്ടുകൾ വരാനുണ്ട്. സാധാരണഗതിയിൽ എന്തെല്ലാം കണ്ടെയ്നറുകളായിരിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുക ഏറ്റവും ഒടുവിൽ ആ കപ്പൽ പുറപ്പെട്ട ഏതാണോ പോർട്ട്, ആ പോർട്ടിലെ കസ്റ്റംസിനായിരിക്കും. ഒപ്പം അത് കൂടാതെ ഷിപ്പിംഗ് വിഭാഗത്തിനും ഷിപ്പിംഗ് കമ്പനിക്കും ഇത് സംബന്ധിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് എന്തൊക്കെ കണ്ടെയ്നറുകൾ, എന്തൊക്കെ പദാർത്ഥങ്ങളാണെന്ന് സംബന്ധിച്ച് വ്യക്തതയുള്ള ചിത്രം നേരത്തെ തന്നെ ഉണ്ടാവേണ്ടതാണ്. അക്കാര്യത്തിൽ ചിത്രം വ്യക്തവുമാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾക്ക് ഇടയൊന്നും ആവശ്യമില്ല. അത് കൃത്യമായി തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതിനകം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ബേപ്പൂരിലേക്കാണ് ഈ തൊഴിലാളികളെ രക്ഷിച്ച് കൊണ്ടുവരുന്നതെങ്കിൽ ചികിത്സ നൽകാനുള്ള ആംബുലൻസ് സൗകര്യം അടക്കം ഏർപ്പാടാക്കിയിരിക്കുകയാണ്. പൊള്ളലേറ്റാണ് തൊഴിലാളികൾ വരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീപിടുത്തമുണ്ടായ വേളയിൽ കപ്പലിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ തൊഴിലാളികൾ. അവരെയാണ് ലൈഫ് റാഫ്റ്റുകളിലൊക്കെ കയറ്റി ഇപ്പോൾ രക്ഷിച്ച് കൊണ്ടുവരുന്നത്. ഡോണിയർ വിമാനം എത്തിച്ചു. ലൈഫ് റാഫ്റ്റുകൾ ഘടിപ്പിച്ച എയർക്രാഫ്റ്റ് ആണത്. ആ ലൈഫ് റാഫ്റ്റുകളിൽ കയറ്റിയാണ് ആളുകളെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ മാർവൽ 1 എന്ന കപ്പലാണ് രക്ഷാദൌത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 5 കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ തീരത്തിന്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് നിലവിൽ കപ്പലിന്റെ സ്ഥാനം. സിംഗപ്പൂർ ഫ്ലാഗ്ഡ് കണ്ടെയ്നർ വെസൽ വാൻഹായ് 503 തായ്വാൻ ഷിപ്പിംഗ് കമ്പനിയായ വാൻഹായ് ലൈൻസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കണ്ടെയ്നർ വെസലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയതായുള്ള വിവരങ്ങൾ വരുന്നില്ല. ഇപ്പോഴും ആ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉള്ളതിനാൽ തീ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ 9:30-ക്കാണ് അപകട മുന്നറിയിപ്പ് ആദ്യം ലഭിച്ചത്. 3:30 പിന്നിടുമ്പോഴും ഇപ്പോൾ രക്ഷാദൌത്യത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ എന്നതാണ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.